നമ്മുടെ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമേ പറയാൻ സ്വാധിക്കും. പക്ഷെ സ്വാധീനം എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിൻ്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്കറിയത്തില്ല അതിൻ്റെ റീസൺ കാര്യങ്ങൾ. അത് സ്വാധീനം ചോദിക്കുമ്പോൾ സ്വാധിക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവൻ്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു നിന്ന് എനിക്ക് മാത്രം അറിയാം. എനിക്ക് അത് അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഏവരും ശ്രമിക്കുക. അന്നേരം നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഇച്ചായൻ നമ്മുടെ കുഞ്ഞാറ്റ വിഷയം. അപ്പൊ ഈ ഡിവോഴ്സ് കേസ് അല്ലെങ്കിൽ വേർപിരിയൽ, അടിപിടി എന്നൊക്കെയുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിത്യസംഭവമായിട്ടിരിക്കും. ഒരു മാസം തന്നെ 2-3 കേസുകൾ മുന്നോട്ട് വരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സ്ത്രീധന കൊലപാതകം, ഗാർഹിക പീഡനം, അതുപോലൊക്കെ ഒരു നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ഈ ഡിവോഴ്സ് കേസ് എന്നുള്ള കാര്യം നമുക്ക് ഒന്നിനും ഒരു ഗ്യാരണ്ടി പറയാനേ പറ്റത്തില്ല എന്നാണ് ഗൈസ് ഈ ഒരു കേസൊക്കെ തോന്നുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഒന്നിനും ഒരു വാറണ്ടി ഇല്ല. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിപ്പിച്ചു വിടാൻ പോകുന്നവരൊക്കെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നിനും നമുക്കിനി ഒരു സ്ഥിരതയൊന്നിനൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അവി ബ്ലോഗ്സ്, അവരുടെ ഒരു പ്രശ്നം കേൾക്കാനിടയുണ്ടായി. അവി ആൻഡ് സ്വാതി വിഷയം. അവരുടെ വിഷയത്തിലാണെങ്കിൽ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വീട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. എന്നാലും വിവാഹത്തിലെത്തി. അങ്ങനെ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. ഉദ്ദേശം അവിയുടെ വീഡിയോ അവിയുടെ ചാനൽ ഞാൻ കയറി നോക്കിയാൽ ഉദ്ദേശം ഒരു 4 ലക്ഷം സബ്സ്ക്രൈബർ, 4 ലക്ഷത്തിൽ അപ്പുറം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു വീഡിയോ ആണ്. വേർപിരിയാനായിട്ട് ഞങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം. അതായത് രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷം അവരുടെ പാർട്ട്ണർ സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടി അവര് വിദേശ അബുദാബിയിലേക്ക് പോയി. സ്വന്തമായിട്ട് ബിസിനസ് ഒരു ആവശ്യങ്ങൾക്കായി പോയി. അവിടെ ബിസിനസ് മുന്നോട്ട് നടത്തുന്നു, കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവി നാട്ടിലാണ്. അങ്ങനെ അവി എന്ത് ചെയ്യുന്നു, കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. അന്നേരം അവി ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു, വിളിക്കുമായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ വെടുക്കുമായിരുന്നു. പിന്നെ വിളി കുറഞ്ഞു. സമയം അനുസരിച്ച് പുള്ളി രാത്രിയിലൊക്കെ അലാറം വെച്ച് കിടന്നു. സ്വന്തം ഭാര്യയോടുള്ള സ്നേഹം, അഗാധമായ സ്നേഹം കാരണം അദ്ദേഹം വീണ്ടും പ്രതീക്ഷയോടെ ഇരുന്നു. അന്നേരം രാത്രി കാലങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തു, അലാറം വെച്ചിട്ട് തിരക്കായിരിക്കും, വെളുപ്പിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന് അത് വെച്ചായിരിക്കും പുള്ളി അങ്ങനെ ആ സമയം അഡ്ജസ്റ്റ് വെച്ച് കിടന്നു. അതിനുശേഷം എന്നാൽ തന്നെ അപ്പോഴും വിളിച്ചപ്പോഴൊന്നും എടുക്കാറില്ല, തിരക്കാണെന്ന് പറയുന്നു, ഒഴിയുന്നു. അങ്ങനെ കാര്യത്തിൽ ഒരുപാട് വിള്ളൽ സംഭവിക്കുന്ന പോലെ എന്തോ ഒരു പന്തികേട് പുള്ളിക്ക് തോന്നുന്നു. അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നു, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന് ഒരു അങ്കലാപ്പായിരിക്കും. ഭാര്യയോടുള്ള അഗാധമായി പ്രണയിച്ച് വിവാഹം കഴിച്ചാണല്ലോ. അപ്പൊ അങ്കലാപ്പ് കാരണം പുള്ളി അങ്ങോട്ട് പോകാനായിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ച്, എനിക്ക് സ്നേഹം വിതുമ്പി നിൽക്കുന്ന ഭർത്താവിനെ പോലെ അദ്ദേഹം ചിന്തിച്ച് അങ്ങോട്ട് പോവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഭാര്യ വേണ്ട, നീ എന്റെ ഭർത്താവാണ്, നീ നാട്ടിൽ എന്റെ ഭർത്താവായിട്ട് നിന്നാൽ മതി, നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് വിചാരിക്കാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ല, അദ്ദേഹം അഗാധമായ പ്രണയം, അദ്ദേഹം സ്നേഹം കാരണം അദ്ദേഹത്തിന് പിന്തിരിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വേഗം അബുദാബിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും കണ്ടതുപോലെ കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്താണ്, ഒരുപാട് സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടായാലും പിന്നെ കുറച്ച് ആദ്യം ഒരു വിസമ്മതിച്ചെങ്കിലും പിന്നെ ഒരു സംസാരിക്കാനായിട്ട് ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചു വന്നതിനുള്ള. അപ്പൊ ദേഷ്യം പ്രകടിപ്പിച്ചു. അപ്പൊ അതിനുശേഷം സംസാരിച്ചു. ഒരു 4 മണിക്കൂറോളം സംസാരിച്ചു. ആ സമയത്തൊക്കെ നമ്മുടെ പുതിയൊരു അതിഥി അദ്ദേഹം പരിചയപ്പെടാനിടയായി. വേറെ ആരുമല്ല, സ്വന്തം ഭാര്യയ്ക്ക് ഒരു പാർട്ട്ണർ ഉണ്ട് എന്നത്. നിയമപരമായൊന്നും അല്ല ഉണ്ടുണ്ട്. അതായത് ബിസിനസ് പാർട്ട്ണറിനെ അദ്ദേഹം പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. പക്ഷെ ബിസിനസ് പാർട്ട്ണർ സംസാരിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ല, അവരുടെ ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ അബിക്ക് അങ്കലാപ്പ്. ഇനി എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് ജീവിക്കും, ഇനി എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് സംസാരിക്കും, ഇനി എങ്ങനെ ഇനി നാട്ടിലേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നു. അപ്പൊ അബിക്ക് അങ്കലാപ്പ്. ഇദ്ദേഹം എന്തിനാണ്, ഇവരുടെ ബിസിനസ് പാർട്ണറല്ലേ, ബിസിനസിനെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്, എന്നോട് എന്തിനാണ് ഞങ്ങളുടെ ദാമ്പത്യത്തെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത് ഓർക്കുന്നു. ഇനി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നു. അപ്പൊ അബി പറയുന്നുണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് അബി മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പിന്നെ ഇവനെ നേരിട്ട് കാണുകയും ഇവര് തമ്മിൽ കയ്യാങ്കളിയൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വളരെ പ്രശ്നങ്ങളായി. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ അബിക്ക് മനസ്സിലായി എന്താണ്, സ്വന്തം ഭാര്യയ്ക്ക് അതിലേക്കൊക്കെ ഭാര്യ എത്തിപ്പെട്ടു.
അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലായി, പൊന്നു ബ്രോ, എന്റെ വീഡിയോ അദ്ദേഹം കാണുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം മനസ്സിലായി, നാട്ടിൽ വെച്ച് കണ്ടപ്പോഴേ ഈ കഥയിൽ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായല്ലോ. നമുക്കറിയാമല്ലോ, ആട്ടം കാണുമ്പോൾ അറിയാം കഥ എന്തുവാന്നുള്ള കാര്യം. മനസ്സിലായപ്പോഴേ അങ്ങ് ദയവ് ചെയ്ത് അതിലേക്ക് വീണ്ടും എത്തി നോക്കാൻ പോകണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാറുള്ളത്. കാരണം ഭാര്യയാണ് കാര്യം ശരി. എന്നിരുന്നാലും ഒരു വിസമ്മത ഒരു കാര്യത്തിലുണ്ടെങ്കിൽ വേറെ ദയ ചെയ്ത് അങ്ങൊരാണാണല്ലോ, വെറുതെ ഇങ്ങനെ നാണം കെടാനായിട്ട് മുന്നോട്ട് പോവണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ എന്നുള്ള കാര്യം. വെറുതെ അവിടെ പോയി ഈ ഒരു പ്രശ്നത്തിന് ഇടയുണ്ടാക്കരുതായിരുന്നു. പിന്നെ ഭാര്യ എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേരുടെയും വിഷയം നമ്മൾ ആക്ച്വലി കേൾക്കണം കേട്ടോ. നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയ കൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതി ഒന്നുമല്ല. എന്നിരുന്നാലും നമുക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും പറയാനായിട്ട്. എന്നിരുന്നാലും അവര് വളരെ മാന്യമായ രീതിയിലൊക്കെ കുറച്ച് ബൈറ്റ് പറയുന്നുണ്ട്. ഭാര്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എന്തൊക്കെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അത് ഇങ്ങോട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഇത്രയധികം ബോധപൂർവ്വം വളരെയധികം കാര്യക്ഷമതയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ആക്ച്വലി സ്വാതിയുടെ സംസാരം കേട്ട് തോന്നിയത്. വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ ഒരു കാര്യത്തെ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്വാതി സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ഇട്ട് വെക്കാം. വൈകത്തില്ല, ഒരു 2-3 ദിവസത്തിനുള്ളിൽ ശരിക്കും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ കുറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്റെ ഭാഗം, എനിക്ക് പറയാനുള്ള എന്റെ ഭാഗം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് എന്താ പറയുക, എത്ര എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുക വ്യക്തിത്വം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ ഒരു ഫാമിലി ഇഷ്യൂവിനെ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ സ്വന്തം ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്തിനാണ് പ്രശ്നത്തിലേക്ക് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞൊരു വേവലാതി പ്രകടിപ്പിക്കുന്ന ഒരു വൈഫിനെ പോലെയാണ് സ്വാതി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ട് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. കാരണം എന്താണ് പറയുക, നമ്മൾ കോടതിയൊന്നും അല്ല ആക്ച്വലി പറയുന്നത്. എന്തായാലും നമ്മൾ ചെറിയൊരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും മാന്യമായ രീതിയിൽ അല്ലെ നമുക്ക് പറയാമായിരുന്നു. നമ്മളിപ്പോ ഏതൊരു ബന്ധത്തിൽ തന്നെ കെട്ടിക്കിടക്കണമെന്ന് നമ്മൾ പറയത്തില്ല. ഇപ്പൊ വിവാഹത്തിലേക്ക് നമ്മൾ പോകുന്നു, അത് രണ്ടുപേരുടെ ഒരു തീരുമാനമാണ്. അതിലിപ്പം വേർപിരിയൽ ഉണ്ടാവാം. എന്ത് കാര്യത്തിൽ സഹിക്കണം, സഹിച്ചങ്ങേയറ്റം കാൽക്കീഴി കിടക്കണമെന്ന് നമ്മൾ പറയത്തില്ല. അതായത് ഇപ്പം സമൂഹമാണ് രണ്ടഭിപ്രായവും പറയും. ഇപ്പം എന്തെങ്കിലും നമ്മൾ ഒരു വ്യക്തിബന്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓർക്കും, അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരാമായിരുന്നില്ലേ, കേസ് കൊടുക്കാമായിരുന്നില്ലേ, ആരോടെങ്കിലും ഒക്കെ പറയാമായിരുന്നില്ലേ, വീട്ടുകാരോട് പറയാമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഇറങ്ങി വരാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങളും പറയും സംഭവിച്ചു കഴിയുമ്പോൾ. എന്നാൽ തന്നെ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും സ്ത്രീയുടെ ഭാഗത്ത് കുറ്റം, അല്ലെങ്കിൽ പുരുഷന്റെ ഭാഗത്ത് കുറ്റം, അവനെ അവള് ചതിച്ചു, അവളെ അവന് ചതിച്ചു. അവരുടെ ആ ഒരു കമന്റ് ബോക്സിൽ രണ്ടുപേരും വീഡിയോ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും പ്രത്യേകമായിട്ട് വീഡിയോ ഇട്ടേക്കുമ്പം രണ്ടുപേരുടെ ചാനലിനടിയിൽ സ്വാതിയുടെ ചാനലിൽ വന്നിട്ട് അഫിയെ ചീത്ത വിളിക്കുന്നു, അഫിയുടെ ചാനലിൽ വന്നിട്ട് അവരെ ചീത്ത വിളിക്കുന്നു. ആ ഒരു കാര്യം ആക്ച്വലി ഞാൻ ഒരു കാര്യം, നമുക്കിപ്പോ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു യാത്ര അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ പറയുക എന്നുള്ള കാര്യമാണ്. ഇതിപ്പോ ആദ്യമേ അദ്ദേഹത്തോട് ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അവിടെ പോകാനും അത്രയും പ്രശ്നം അവിടെ വരാനും ഇടവരത്തില്ലായിരുന്നുള്ള. ഇതിപ്പോ സോഷ്യൽ മീഡിയ മൊത്തം അറിഞ്ഞ് നാണം കെട്ടുന്നുള്ളത്. കാരണം ഇത്രയും മാന്യമായിട്ട് പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ മര്യാദ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പറയാം അല്ലേ, എനിക്കിത് പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്, നീ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഒരുപക്ഷെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തിത്തിത്താര പാടിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അതൊരു സംശയം തോന്നിയത് അവിടെ പോയത്. സാധാരണ അദ്ദേഹം ജനുവിനാണ്, അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി എന്നുള്ള കാര്യം അല്ലേ. ഇത്രയൊരു സ്വന്തം മാനത്തെ ഓർത്ത് അല്ലെങ്കിൽ സ്വന്തം അഭിമാനത്തിന് ഇത്രയും വില കൽപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യമേ അത് പറഞ്ഞേനെന്നുള്ളത്. അതാണ് മാന്യമായ ഒരു രീതി. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനത്തെ പരിമിതികളുണ്ട്, ഇയാളുടെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ പരിമിതികളുണ്ട്, എനിക്ക് സഹിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളത് അതാണ് മാന്യത എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ലാതെ പിന്നെ അവരെ കൊണ്ട് ചുറ്റിച്ച് പിന്നെ അത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന് പിന്നെ അത് കണ്ടുപിടിച്ച് 4 പേരോട് പറഞ്ഞ് നാണം കെട്ട് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് മാന്യമായി അത് പറയുക എന്നുള്ളത്. പിന്നെ ഇദ്ദേഹം ഇപ്പം ഡിവോഴ്സ് എനിക്ക് വേണം, അദ്ദേഹം മാന്യമായ രീതിയിൽ പറയുന്നു എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്കിത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഡിവോഴ്സ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ അത്രയും പറയുന്നുള്ളൂ. പിന്നെ ആരുടെയും ജീവിതത്തിൽ നമുക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റത്തില്ല, ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല അല്ലെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ചിന്തകൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത രീതികളെല്ലാം എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും ഉറച്ചിരിക്കുമെന്നും പറയാൻ പറ്റില്ല. എല്ലാവരും മൊയ്തീനും കാഞ്ചനമാല ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സാഹചര്യം അനുസരിച്ച് മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.